Hi all, good morning. Welcome back. അപ്പോൾ ലോനാവാല സ്പെഷ്യൽ ചിക്കിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് തെറിക്കുവാണ്ട. ഇന്നലെ ലോനാവാലയിൽ തന്നെ ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ വണ്ടി സൈഡാക്കി കിടന്നുറങ്ങിയത്. ഇനി ഇവിടുന്ന് നേരെ താനെ തെറിക്കുവാണ്. അപ്പോൾ മുംബൈയിൽ ചെറിയൊരു സീനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ KL വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഫൈനടിച്ചില്ല പൈസയൊക്കെ തീരുമെന്നുണ്ടാവും. നമ്മുടെ സുജിത് ഭക്തനും അതുപോലെ ബാൻ ലൈഫ് നടത്തുന്ന കുറച്ച് ടീംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ ഡാർക്ക് മൂഡാണ് മുംബൈയിലോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊണ്ട് ഈ ബാക്കിൽ ഇപ്പോൾ എങ്ങനെ കണ്ടു കഴിഞ്ഞാലും അറിയാൻ പറ്റത്തൊരു ക്യാമ്പർ വാനാണെന്നുള്ള സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ മുംബൈയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ കംപ്ലീറ്റ് പോലീസുകാർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ എക്സ്പ്രസ് ഹൈവേ കയറിയിട്ട് താനെ പോവാണ്ട. അപ്പോൾ താനയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം. താനെ പോയി ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് കയറി പോവുകയാണ് നമ്മൾ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ലോനാവാലിൽ നിന്ന് നേരെ താനെ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കും. വേണ്ട എക്സ്പ്രസ് ഹൈവേ തന്നെയാണ്. മൂന്നാമത്തെ ടോൾ കൊടുത്തിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കണേ. കാരണം ലോനാവാലിൽ നിന്ന് നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറുമ്പോൾ പിന്നെയും കൊടുക്കേണ്ടി വന്നു അവിടെ 200 രൂപ എങ്ങാണ്ടല്ലേ. 100 രൂപ എത്ര രൂപ അറിയില്ല. നമ്മളെ ടാഗിലായ കാരണം അറിയില്ല. ഫാസ്ടാഗിലാണ് നമ്മുടെ ടോളൊക്കെ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയാണെന്ന് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവണില്ല. പക്ഷെ മെസ്സേജ് വന്നിട്ടില്ല ചേട്ടാ. അതിന്റെ മെസ്സേജ് വന്നിട്ടില്ലല്ലേ? മെസ്സേജ് വന്നാലേ അറിയണം. മാടാപ്പ് ടണൽ എന്ന് പറഞ്ഞ ടണലിലോട്ടാണ് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കണം. ഒരുപാട് ടണലുകളുണ്ട് ഈ റോഡിൽ. ഒരു ടണലിന്റെ ഉൾഭാഗം നേരം പോലെ ആദ്യമായിട്ട് കാണുന്നത് ഇതിനകത്താണെന്ന് തോന്നുന്നത്. ബിൽഡിങ്ങുകളുടെയും ബാൽക്കണിയിൽ കംപ്ലീറ്റ് ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് എല്ലാ ബിൽഡിങ്ങുകളുടെയും ബാൽക്കണി. അപ്പോൾ നമുക്ക് ഈ ഹൈവേ കൂടെ പോകുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഗൈസ്, പോണ വഴിക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണിട്ടത്. മുട്ടം ബ്ലോക്കാണ്. അതായത് ഞങ്ങൾക്ക് 18 കിലോമീറ്റർ താനേക്കുണ്ട്. ആ 18 കിലോമീറ്റർ പോകാൻ വേണ്ടി 49 മിനിറ്റാണ് പറയുന്നത്, ഗൂഗിൾ പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ
നബി മുംബൈ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ താനെ വഴിയാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ മുംബൈ പോലീസിനെ പെട്ടിച്ചിട്ട് വരാൻ വേണ്ടിയാണ് ഞങ്ങൾ മുംബൈയിൽ കയറാണ്ടിരുന്നത്. പക്ഷേ വരുന്ന വഴിക്കൊക്കെ അവന്മാരുടെ നല്ല സീനുണ്ടായിരുന്നു. പക്ഷേ ഒരു ഞങ്ങൾ അവരങ്ങോട്ട് നോക്കാണ്ടേ പിന്നെ ഗ്ലാസും കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് നേരെ അങ്ങോട്ട് പോകുന്നു. കാരണം KL രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടെങ്കിലും അച്ഛന്മാർ എന്തായാലും കൈ കാണിക്കും, ഫൈനടിക്കും, ഉറപ്പാണ്. അപ്പോൾ അത് താനെ പോയി ഇങ്ങനെ ഹൈവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എവിടെ നോക്കിയാലും പോലീസുകാരുണ്ട് അവിടെ, രക്ഷയില്ല. അങ്ങനെ നമ്മളിത് ഹൈവേയിലോട്ട് കയറിയൊന്നുണ്ട്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകണമെന്ന്, അതായത് നമ്മുടെ ധാരാവിയും കാര്യങ്ങളൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടപടി ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവിയാണ് ഇവിടുത്തെ കിറുക്കന്മാരുടെ സീൻ, ഒരു രക്ഷയില്ലാത്ത സീനാണ്. നമ്മുടെ 2-3 കൂട്ടുകാരും പിന്നെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഇത് തന്നെ പറയുന്നത്, മുംബൈ ഭയങ്കര, അതായത് ടെറർ ഏരിയ ആണെന്ന് പറയുന്നത് പോലീസുകാരുടെ കാര്യത്തിൽ. KL വണ്ടി അതാണ് പ്രശ്നം. എങ്ങനെയൊക്കെ നമ്മുടെ പൈസ ചെയ്യാനാണ് മച്ചന്മാർ നോക്കണത്. അപ്പൊ നമ്മള് മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്നും ഇപ്പോ നേരെ മുംബൈ കഴിഞ്ഞു താനയിലോട്ട് എത്തിയിട്ടോ. താനേന്ന് ഇപ്പൊ നേരെ ഗുജറാത്തിലെ സൂറത്തിലേക്ക് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്ട. അപ്പോൾ നമ്മുടെ സൂറത്തിലേക്കുള്ള യാത്രാമധ്യത്തിലാണ് ഇപ്പോൾ. അതായത് ഹൈവേയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ചിറക്കി. ഇവിടെ നല്ല വിശപ്പുണ്ട്. കാരണം ഉച്ചക്കത്തെ കുക്കിങ് ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ട്. നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ടൈമാണ് മിസ്സാക്കി കളയണം. അപ്പോൾ ഇവിടെ ഒരു ധാബയുണ്ട്, അതിനകത്ത് കയറിയിട്ട് മെല്ലെ കുറച്ച് ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് സെറ്റായിട്ട് പോകണം. कितना है? 70 रुपीस. रोटी का 10 रुपये, 10 रुपीस. എന്താ പറയുന്നത്? റൊട്ടി ചന്ന മസാല, ഒരു ചന്ന മസാല, एक चना मसाला, 2 റൊട്ടി. അപ്പോൾ നമ്മുടെ ചന്ന മസാലയും അതുപോലെ റൊട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ, സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പുറത്തിറങ്ങിയേട്ടാ. ഇവിടെ ഞാനൊരു 5 ഇതും ലേറ്റായിട്ട്, വളരെ ലേറ്റായിട്ട് 5 ചപ്പാത്തി, മച്ചാർ 4 ചപ്പാത്തി, പിന്നെ അതുപോലെ കടലക്കറി ഒക്കെ കഴിച്ച് ടോട്ടൽ ആകെ ബില്ല് വന്നേക്കുന്നത് ഒരു 160 രൂപയുണ്ട്. മച്ചാൻ്റെ പേരെന്തായിരുന്നു? ഞാൻ ക്യാത്ത് പറ. മെഹീർ. ओनर प्लेस का नाम क्या है? दानेपुरी, महाराष्ट्र दानेपुरी. ठीक है, थैंक यू. वेलकम. ओके. ഫുഡ് കഴിച്ചിട്ട് ഒരു 150-160 കിലോമീറ്ററോളം ഓടിയിട്ട് നമ്മുടെ ഗുജറാത്തിലെ സൂറത്തിലോട്ട് എത്തിയേക്ക് വേണ്ട. അപ്പോൾ എന്തായാലും ഇനി സൂറത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കൂടി കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, നമ്മുടെ ഷമീർ മച്ചാൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ല അടിപൊളി കിടിലം വീഡിയോസായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടന്റുകൾ കുറവാണ്, പക്ഷെ റോഡ് ട്രിപ്പ് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. പക്ഷെ എന്നാലും അടുത്തൊരു വീഡിയോയിൽ നല്ല പൊളി മൂഡിലായിരിക്കും, കാരണം ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് ഗുജറാത്തിൽ കാണാൻ വേണ്ടി. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ലവ് യു ഓൾ.